ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിൻഡേഴ്സ് ലൈഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല വൃത്തിയായി കഴുകിയ ചിക്കൻ ആവശ്യമുണ്ട്. ഇനി അരപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ഒരു ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരൽപ്പം ഗരം മസാല, പിന്നെ കുറച്ച് ടിക്ക മസാല എന്നീ ഐറ്റംസ് അല്പം വെള്ളം കൂടെ ചേർത്ത് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൈരാണ്. സോ നമുക്ക് തൈര് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 30 minutes ഒക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഈ തൈര് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ ഒന്നുകൂടെ സോഫ്റ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നമ്മുടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ചിക്കൻ പീസസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മാരിനേഷൻ്റെ സമയത്ത് നമ്മൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനതവിടെ പറയാൻ വിട്ടുപോയതാണ്. സോ എല്ലാവരും അതും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫ്ലേവർ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നമുക്കതിങ്ങനെ കറുമുറാന്ന് കടിച്ച് തിന്നാം. സോ ഇപ്പം നമ്മുടെ ചിക്കൻ കുറേശ്ശെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. സോ നമ്മുടെ ചിക്കൻ ഫ്രൈ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാ നമ്മളുടെ ചിക്കൻ ഫ്രൈ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.